തൃശ്ശൂരിലെ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിൻ്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലാലി ജെയിംസ് അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച നഗരസഭയിൽ ലാലി ജെയിംസ് UDF സ്ഥാനാർത്ഥി നിജിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, പറയൂ. ദിലീപ് കുമാർ, നിജി ജസ്റ്റിനെ മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. 35 വോട്ടുകളാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത്. അതായത് 2 വിമതരുടെ അടക്കം വോട്ടുകൾ കോൺഗ്രസ് നേടിയെന്നുള്ളതാണ് കോൺഗ്രസിന് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കുരിയച്ചിറയിൽ നിന്നും ചിയാറിൽ സൗത്തിൽ നിന്നും ജയിച്ച UDF സ്ഥാനാർത്ഥികളടക്കം വിമതരടക്കം, അതായത് ചിയാറും സൗത്തിലും അതോടൊപ്പം തന്നെ കുരിയച്ചിറയിലും ജയിച്ചത് 2 വിമതരാണ്. ആ വിമതരുടെ വോട്ട് കൂടി കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കുന്നു. ഇന്ന് DCC പ്രസിഡന്റ് DCC ഓഫീസിൽ നിന്ന് തങ്ങളുടെ കൗൺസിലർമാരുമായി കോർപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു 33 അംഗങ്ങളാണ് തങ്ങൾക്കുള്ളതെങ്കിലും അതിലേറെ അംഗങ്ങളുടെ വോട്ട് നേടിക്കൊണ്ടായിരിക്കും തങ്ങളുടെ മേയർ അധികാരമേൽക്കുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വിമതരെ പോലും ഒപ്പം കൂട്ടിക്കൊണ്ട്, അതായത് കഴിഞ്ഞ തവണ ഒരു കോൺഗ്രസിന് ഭരണം നഷ്ടമാക്കിയത് ഒരു കോൺഗ്രസിന്റെ വിമതരാണെങ്കിൽ ഇക്കുറി വിമതരെ പോലും ഒപ്പം കൂട്ടിക്കൊണ്ട് എതിരാളികളെ അപ്രസക്തമാക്കുന്ന ഒരു മുന്നേറ്റം അത് തൃശൂർ കോർപ്പറേഷനിൽ UDFും കോൺഗ്രസും ഉണ്ടാക്കിയിരിക്കുന്നു. കോൺഗ്രസിന്റെ 10 വർഷത്തിന് ശേഷം UDFിന്റെ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ്. പ്രവർത്തകരെല്ലാവരും ഇപ്പോൾ വലിയ ആവേശമാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആരംഗത്തുപെട്ട ആൾ കിട്ടി, ആരംഗത്തുപെട്ട ആൾ കിട്ടി, ആരംഗത്ത് കിട്ടി. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. വലിയ സന്തോഷമാണ്. വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു കോൺഗ്രസ് അതാത് സമയങ്ങളിൽ നടത്തിയിരുന്നത്. അതിന്റെ പ്രതിഫലനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.